രാജ്യത്തെ പ്രമുഖ ഒരു മാഗസിൻ ടൈംസ് നൗ മിനിഞ്ഞാന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു. മിനിഞ്ഞാന്ന് നമ്മുടെ നാട്ടിൽ വന്ന് തിരികെ പോയ ഒരു വനിതാ സഞ്ചാരി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ചുരുക്കി പറയുകയാണ്. കേരളത്തിലേക്ക് വരുന്നത് എനിക്ക് പുതിയ കാര്യമല്ല. 2023 വർക്കല, തിരുവനന്തപുരം, കോവളം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 2025 മൂന്നാറിൽ എത്തിയപ്പോഴും അനുഭവം അതുല്യമായിരുന്നു. ഞാനും എൻ്റെ വനിതാ സുഹൃത്തും മാത്രമായി യാത്ര ചെയ്തെങ്കിലും ഒരിക്കൽ പോലും സുരക്ഷിതമല്ലെന്നോ അന്യമായ ഒരിടമെന്നോ തോന്നിയില്ല. ഇവിടുത്തെ നാട്ടുകാർ അത്യന്തം സൗഹാർദ്ദപരവും സഹായ നൽകുന്നവരുമായിരുന്നു. ആരും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ പെരുമാറിയില്ല. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ഭാഷാ തടസ്സമുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ മനുഷ്യർ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. കൃത്രിമമല്ലാത്തതായ നിലയിൽ ഇടപെട്ടു. ആ മനസ്സ് തന്നെയാണ് കേരളത്തെ പ്രത്യേകമാക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ കേരളം സന്ദർശിച്ചപ്പോഴും തിരിച്ചറിഞ്ഞത് ഇത് ശുചിത്വവും സുരക്ഷിതത്വവും മനോഹരമായ സംസ്കാരവും നിറഞ്ഞൊരു ഭൂമിയാണ്. കേരളം ഓരോരുത്തർക്കും എന്തെങ്കിലും നൽകുന്ന സ്ഥലമാണ്. പ്രകൃതിയുടെ സൗന്ദര്യം, മനസ്സു തുറന്ന മനുഷ്യർ, പുതുമയും സമാധാനവും എല്ലാം ഇവിടെ ഒത്തുചേരുന്നു. കേരളം ഇങ്ങനെ തന്നെ ശുചിത്വവും സുന്ദരതയും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കട്ടെ. എല്ലാ സ്ത്രീകളും എവിടെയായാലും യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്ന് ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. ഇത് അവരുടെ പോസ്റ്റാണ്. അത് റിപ്പോർട്ട് ചെയ്തത് ടൈംസ് നൗ ആണ്. ഇങ്ങനെ എത്രയെത്ര വിദേശ സഞ്ചാരികൾ വളരെ പോസിറ്റീവായി കേരളത്തെക്കുറിച്ച് പറയുന്നു. അത് വാർത്തയാവുന്നുണ്ടോ? അത് എത്രത്തോളം വാർത്തയാവുന്നു? എന്നാൽ മൈക്രോ മൈനോറിറ്റി ഒന്നുപോലും ഉണ്ടാകരുത് ഒരു സംഭവത്തെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു? ഇതൊരു ലേഡിയാണ് എഴുതിയത്. ഫോറിൻ ടൂറിസ്റ്റ്, കേരളത്തിന്റെ ഷീ ടൂറിസം, സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതിക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും പകരുന്ന വാക്കുകളാണ്. കേരളത്തിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം അഭിനന്ദനങ്ങൾ നമ്മുടെ നാടിനും ടൂറിസം വകുപ്പിനും അത്യന്തം ആഹ്ലാദകരവും അഭിമാനാർഹവുമാണ് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിനെ കുറിച്ചാണ്. നമ്മളെ മറ്റ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെയും മോശമാക്കുന്നില്ല. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും, കേരളത്തിൽ നിർഭയം സ്ത്രീകൾക്ക് കൂട്ടമായും ഒറ്റക്കും സഞ്ചരിക്കാൻ പറ്റുന്ന നാടാണ്. ഇന്ത്യയിൽ ക്രമസമാധാന നില ഭദ്രം എന്ന് നമ്പർ 1 സ്റ്റേറ്റായി പറയാൻ പറ്റുന്ന സ്റ്റേറ്റ് കേരളമാണ്. അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് പല ഘട്ടങ്ങളിലും വരുന്നത്. അത് നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന മലയാളികൾ, ഇവിടെ വരുന്ന വിദേശ സഞ്ചാരികളാകട്ടെ, മറ്റ് സ്റ്റേറ്റിൽ വരുന്ന ആഭ്യന്തര സഞ്ചാരികളാകട്ടെ, തിരിച്ചു പോയാൽ അവരുടെ രാജ്യത്തും അവരുടെ സംസ്ഥാനത്തും കേരളത്തെക്കുറിച്ച് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരെ പോലെ സംസാരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എത്രയെത്ര ഫോറിൻ ടൂറിസ്റ്റുകളുടെ വരവ് മുടക്കുന്ന വാർത്തകളായി മാറിയിട്ടുണ്ട്.